അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽറ്റ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഹിലേറിയസ് എന്നത് പറയുന്നത് തെറ്റായിട്ടാണ്. അതായത് ഹിലേറിയസ് എന്ന് പറയുന്നതിന് 2 എല്ലില്ല, ഒരു എല്ല് മാത്രമേ ഉള്ളൂ. HLARIOUS എന്നതാണ് കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ളത്. അത് ഹിലേറിയസ് എന്ന് വെച്ചാൽ ഉത്സാഹപരമായി എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈച്ച് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ. ഇവിടെ ഈച്ച് വൺ ഓഫ്, നോട്ട് വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, വൺ ഓഫ് ഇവയ്ക്കൊക്കെ ശേഷം പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്, അതായത് പ്ലൂറൽ നൗണിനോടൊപ്പം സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. ഇവിടെ പ്ലൂറൽ നൗൺ യു, അതിനോടൊപ്പം സിംഗുലർ വെർബ്. ഇവിടെ സിംഗുലർ വെർബായിട്ടുള്ളത് ഈസ് ആണ്. ആൻസർ ഈസ് ഈസ്. അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രോം ദ ഗിവൺ ഓപ്ഷൻസ്. എ ഡ്രീമി സ്റ്റേറ്റ്. ഡ്രീമി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്വപ്നത്തിലിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയും ഡെലീരിയസ് എന്നാണ്. അതായത് ചിത്തഭ്രമത്തിൽ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറയും. ആൻസർ ഈസ് എ, ഡിലേരിയസ്. അടുത്ത ക്വസ്റ്റ്യൻ ഷീ കാൺഡ് ഡാഷ് ഹർ ഹസ്ബൻഡ് എനി ലോങ്ങർ. അതായത് ഇവിടെ ആൻസർ അത് സഹിക്കാൻ പറ്റാതിരിക്കുക. അത് പുട്ട് അപ്പ് വിത്ത് എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. പുട്ട് അപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ് എന്നാണ്. അതേപോലെ തന്നെ പുട്ട് ഔട്ട് എക്സ്റ്റിങ്യൂഷ് എന്നും, പുട്ട് അപ്പ് എന്ന് പറയുന്നത് റൈസ്, പുട്ട് ഓൺ വിയർ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഷീ കുഡ് ഇൻ ഡാഷ് ടു ദ ന്യൂ സർക്കംസ്റ്റൻസ്. ഇവിടെ ആൻസർ അഡാപ്റ്റ് എന്നാണ്. അതായത് ന്യൂ സർക്കംസ്റ്റൻസുമായിട്ട് അഡ്ജസ്റ്റ് ആയി എന്ന് പറയുന്ന ആൻസർ അഡാപ്റ്റ്, ADAPT ആണ്. അഡോപ്റ്റ് എന്ന് വെച്ചാൽ ടു ടേക്ക് എ ചൈൽഡ് ഓഫ് അതർ പേരൻസ്. അഡാപ്റ്റ് എന്ന് വെച്ചാൽ വെൽ സ്കിൽഡ് ആയിട്ടുള്ളത്. എക്സീഡ് മീൻസ് എന്ന് വെച്ചാൽ അംഗീകരിക്കുക എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ഗിവൺ ഇഡിയം. ആൻസർ ഈസ് എ ഡിഫിക്കൽട്ട്, എ ഹാർഡ് നട്ട് ടു ക്രാക്ക് മീൻസ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം എന്നാണ്. എ ഹാർഡ് നട്ട് ടു ക്രാക്ക് മീൻസ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ റീമ റിപ്ലൈഡ് ദാറ്റ് ഷീ വുഡ് കംപ്ലീറ്റഡ് ദ വേർഡ് വിച്ച് ഈസ് ഇൻകറക്റ്റ് വേർഡ് ഇൻ ദ സെൻറ്റൻസ്. അതായത് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ സബ്ജക്റ്റിനോടൊപ്പം വിൽ, സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബിൻ്റെ V1 ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അത് എഴുതുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1 ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പക്ഷേ കംപ്ലീറ്റഡ് എന്നാണ്. അതുകൊണ്ട് തന്നെ അതാണ് തെറ്റായിട്ടുള്ളത്. കംപ്ലീറ്റഡ് എന്ന് വരത്തില്ല, കംപ്ലീറ്റ് എന്നാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ് ഇഫ്. ആൻസർ വരുന്ന യു ഹാഡ് കോൾഡ് മീ ഓൺ യുവർ ബർത്ത്ഡേ. അതായത് ഇവിടെ മെയിൻ ക്ലോസ് സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് ഉള്ളത്. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. ഇവിടെ ആൻസറായിട്ടാണ് ഉള്ളത് ഹാഡ് പ്ലസ് കോൾഡ്, അതായത് V3 ഫോം. മീ ഓൺ യുവർ ബർത്ത്ഡേ. ആൻസർ ഈസ് ബി. അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഐ ഓഫൺ കം ഹോം ലേറ്റ്. ഇവിടെ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ അത് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് വരേണ്ടത്. അതേകൂട്ട് തന്നെ ഓക്സിലറി വെർബ് ഇല്ലാത്തതുകൊണ്ട് മെയിൻ വെർബിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ എഴുതാം. അപ്പോൾ കമ്മിനെ ഡിവൈഡ് ഡോ അന്ന് ഡോണ്ട് ഐ എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ, ഡോണ്ട് ഐ. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ആർ മോസ്റ്റ് സിമിലർ ഇൻ ദ മീനിങ് ടു ദ വേർഡ് പെൻസീവ്ലി. പെൻസീവ്ലി മീൻസ് ചിന്താപൂർവമായിട്ടുള്ള, അങ്ങനെ സെയിം മീനിങ് വരുന്നത് സ്പെക്കുലേറ്റീവ്, റുമിനേറ്റീവ്, തോട്ട്ഫുൾ. അപ്പം പെൻസീവ്ലിയുടെ സെയിം മീനിങ് ആയിട്ടുള്ള സ്പെക്കുലേറ്റീവ്, റുമിനേറ്റീവ്, തോട്ട്ഫുൾ ആണ്. അടുത്ത നമ്മൾ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏത്? ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദമാണ് ക്രമരഹിതം എന്ന് പറയുന്നത്. ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ക്രമരഹിതം. താഴെ കൊടുത്തിരിക്കുന്നവയെ ശരിയായ വാക്യം. ഇവിടെ ശരിയായ വാക്യം സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. കൈ അക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ കൈ